ഒരു ബോംബ് വരുന്നു. നമസ്കാരമുണ്ടേ. ജി സുധാകരൻ എവിടെയും പോയി കുനിഞ്ഞു നിന്നിട്ടില്ല എന്ന് ഷാജൻസ്ക്കറിയാം. എന്നാൽ അദ്ദേഹം ഒരിക്കലും അഴിമതി ചെയ്തിട്ടില്ല. മുതലാളിമാരുടെ മുമ്പിൽ പോയി നടുവ് കുനിച്ചു നിന്നോ അടിയറ വെച്ചോ ശീലമില്ല. കുപ്പിയിൽ നിറച്ച വെള്ളം കുടിച്ചിട്ടില്ല എന്ന് സമ്മതിച്ച് ജി സുധാകരൻ. ഞാൻ വിളിച്ചു വരുത്തിയതാണ്. കുട്ടനാട് MLA ആദ്യമായിട്ട് MLA ആണ്. വലിയ വിദേശ ഉദ്യോഗം നിൽക്കുന്ന വലിയ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. ഞാനത് ഇതുവരെ വെള്ളമടിക്കാൻ പോയിട്ടില്ല. തലൈവർ நீங்கள் அந்த காலத்திலே அந்த மாதிரி ஆளு. நீங்க தான் தலைவரே தலைவர். എവിടെയും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന തലൈവരാണ് ജി സുധാകരൻ. പിണറായിയെ പോലും മുട്ടുകുത്തിച്ച ജി സുധാകരൻ. അത് താണ്ട തലൈവർ. சூப்பர் ஜோக். அதுதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க. உதப்பானுங்க. ஓதேரிக்கு நிறைய கிடைச்சிருக்கு. ആരാണ് തലൈവറെ? വയറ് നിറച്ച് വെള്ളമടിച്ചവർ പേര് പറയാമോ? എന്നോട് സ്നേഹമായി കൊണ്ടാവത്തില്ല. അവിടെ വെള്ളം അടിക്കാൻ പോകുന്ന നേതാക്കന്മാരുടെ പേരൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അതിന്റെ പേര് പറയാം. ഇദ്ദേഹം കുനിഞ്ഞു നിന്നിട്ടുണ്ടോ സാർ? ശീലമില്ല. ഇത് കേട്ട ഉടനെ റെജി ചെറിയാൻ. ഞാൻ അവിടെ പോയത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കുട്ടനാട്ടില് തോട്ടപ്പള്ളി പൊഴി തുറന്നു കിടക്കുകയാണോ അല്ലയോ എന്നറിയേണ്ടത്. ഓ അപ്പിടി തുറന്നോന്ന് നോക്കാൻ പോയതാണല്ലേ, കുനിഞ്ഞു നിൽക്കാനല്ല. റജി ചെറിയാൻ പോയത് മണ്ണ് വാരിക്കൊണ്ട് പോകാനല്ല. കാലാവസ്ഥാ നിരീക്ഷകർ പറച്ചിൽ വെച്ച് അടുത്ത 5-6 ദിവസം മഴയാന്ന് പറഞ്ഞു. എൻ്റെ ഉത്തരവാദിത്വമാണ് തോട്ടപ്പള്ളി പൊഴി തുറന്നു കിടക്കുകയാണോ അല്ലയോ എന്നറിയേണ്ടത്. പറ സാറേ, നല്ല രസമുണ്ട് സാറേ. ഈ പറഞ്ഞ മഹാൻ മന്ത്രിയായിട്ടിരിക്കുന്ന കാലത്തും അവിടുന്ന് മണ്ണ് കൊണ്ടിട്ടുണ്ട്. ആ കരിമണൽ ലോറി ഇങ്ങോട്ടായിട്ടും ഈ വീട്ടിലായിട്ടും വന്നിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ പോയതോ? ഞാൻ അവിടെ ഏതെങ്കിലും ഒരു നിയമം വിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ മണ്ഡലത്തിൽ കടന്നു കയറോ ചെയ്തിട്ടില്ല. അപ്പോൾ കുനിഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ലേ സാറേ? കരിമണലേ. സമ്മതിച്ചു. വ്യക്തിഹത്യ ചെയ്യുന്നത് നോക്കിക്കണ്ട് ചെയ്താൽ കൊള്ളാം. പിന്നെ ഇത് UDF ആണ്. റെജി ചെറിയാൻ പോയത് തോട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കാനും കുട്ടനാടൊന്നു ചുറ്റിക്കറങ്ങാനുമല്ലാതെ കരിമണൽ എടുക്കാനോ ഖനനം ചെയ്യാനോ നോക്കാനോ അല്ല. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ പറയേണ്ടത് പറഞ്ഞെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. 1 മുതൽ 5 വരെ ഞാൻ എണ്ണും. ஏன் 5க்கு மேல அவருக்கு என்ன தெரியாதா? അതിനു മുമ്പ് ഈ പരട്ട തമിഴിനും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അതെന്താ? ചോദ്യം ചോദിക്കണ്ട, ഒരു ബോംബ് കൂടി അറിയടാ.